വിരുന്നാരൊക്കെ വരുന്നുണ്ടോ? എത്തമ്മ രാവിലെ തന്നെ ഒച്ചയും പൊളി ഉണ്ടാക്കണ ഇവിടെ. ഇത് കുട്ടിയെ കത്തണില്ല, മഴയത്ത് ഇനി വിറകായി കത്തണില്ല. ഗ്യാസില്ലേ? ഗ്യാസ് ഒന്നും ഇല്ല, അതൊക്കെ തീർന്നിക്കണേ. കത്തണില്ല. വിരുന്നാരും വരുന്നുണ്ടോ? നെഞ്ഞിച്ച് കുട്ടി പോയിക്കാണ്ട് എങ്ങനെ പോയിക്കാണ്ടേ. ഞാൻ എങ്ങനെ ഈ കൊലത്തില് പോക കാലുണ്ടച്ച് പിരിഞ്ഞത്തെ കാട്ട. വിരുന്നാരും വരുന്നുണ്ടോ? ഇപ്പൊ വരുമല്ലോ. തന്നെ കത്തണില്ല. ഇനിയിപ്പോ ചായയും വെള്ളമൊക്കെ ഉണ്ടാക്കണ്ടേ? നീ ഇങ്ങനെ പറയണ്ട, ഞാൻ പോകാം. പോയി കൊണ്ടുവരും. അല്ലാപ്പത്തെ കാട്ടില് പൈസ ഉണ്ടമ്മ? പൈസ പിന്നത്തെ കാട്ടുക. കടം പറഞ്ഞു പോരേ? നാളെ തരാ പറഞ്ഞ. ഇന്നലെ വാങ്ങിയ പൈസ കൊടുക്കാനേ. എഴുതിയേക്കാൻ പറഞ്ഞേ. നമുക്ക് പണി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ പഞ്ച പൈസ എത്തൂലേ, അപ്പാണ് കൊടുക്കാം. ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇമ്മ നിങ്ങൾ പോയിക്കോളി. ഞാൻ ഈ കാലം വെച്ച് മയത്ത് പോയതിലും പട്ടി കറിഞ്ഞ് ബുക്കും. ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് ചായ ഉണ്ടാക്കാൻ കജ്ജിച്ച് കുഴപ്പമില്ലല്ലോ. ആയിക്കോട്ടെ. കുട്ടി ഇവിടെ ഇരുന്നാണ്ട് ഉണ്ടായിക്കോളി. എന്നായിക്കോട്ടെ, ഞാനേ പോയോക്കട്ടെ. എന്നാ ഞാൻ പോയോക്കട്ടെ. ഇത് ഉണ്ടാക്കിക്കോട്ടെ. അവിടെ ഇരുന്ന് ഉണ്ടാക്കിയാ മതി. ഇവിടെ ഈ കുടുക്കായ്മൊക്കെ വെച്ചോണ്ടി. ഞാൻ വെച്ചേക്കണം. കുടുക്ക വെക്കാം. ഞാൻ നോക്കി തളപ്പിച്ചോട്ടോ. ചായപ്പൊടി പഞ്ചാര കെട്ടോണ്ടി. ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും വരാട്ടോ. ഇമ്മ വരുന്നില്ലല്ലോ. പെരുന്നാരൊക്കെ വന്നു പോയി. ചായയൊക്കെ ആയി. ചായ കൊടുത്തു ഞാൻ വിരുന്നാർക്ക്. നിങ്ങൾ എവിടെയാണ്? വിരുന്നാരൊക്കെ വന്നു പോയി. അടുത്ത തമ്പുരാനെ ഞാനേ ആ കദീസ താത്താനെ കണ്ടു. പീടിക്ക് വന്നിട്ടേ ഇങ്ങോട്ട് ഓളെന്താട്ടിക്കണേ വർത്താനം പറഞ്ഞ് ഞങ്ങളവിടെ കുത്തിരുന്നു പീടിയില്. വിരുന്നാരോട് ഞാൻ പറഞ്ഞു ഉമ്മ വരും പറഞ്ഞു. കുറച്ചേരം ഓല് കാത്തുത്തിരുന്നു. ഓല് പിന്നെ തിരക്കാവോ അതറിയില്ല. ഓല് പോയി. കല്യാണം പറയാൻ വന്നതല്ലേ. നിങ്ങളവിടെ വർത്താനം പറഞ്ഞു. ഓലിപ്പോ എല്ലാ പേരിലും കല്യാണം പറയേണ്ടി വരും. കദീസാന്റെ അവിടെ പറയേണ്ടി വരും. പിന്നെ അമ്മായിന്റെ അടൊക്കെ പറയണ്ടേ. അതുകൊണ്ടേക്കാരേ അങ്ങനെ പോയില്ലേ. ഇനിയിപ്പോ എന്താ കാട്ടാ? ഇനി കല്യാണത്തിന്റെ അന്ന് നമുക്ക് അമ്മക്കാണ് തിന്നത്. അടുത്ത ആൾക്കാർ കാത്തിക്കണം. കുറച്ച് ഇട്ടേ പൈസ ഇല്ലാത്തോർത്തേ കുറച്ച് തിന്നുങ്ങാണ്ടേ ബാക്കി കാത്തിക്കണ. ഇനി ആരെങ്കിലും വരുമ്പോഴേ പൈസ ഇല്ലാത്തോർത്തേ നമ്മളാണ് വെറുതെ തീർക്കുമ്പോ തിന്നു തീർക്കാം. ഓർക്ക് ഇത് യോഗ അല്ലായിരുന്ന. ഇനി പിന്നെ എത്തമ്മ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കണേ? എവിടുന്നാ എന്ന് ഇറച്ചി മീനും ആയിട്ടാണ്? ചക്കക്കുരു തൊഴിച്ചാൽ നമുക്ക് എനിക്ക് 2 മുരിങ്ങന്റെ എല്ല് കിട്ടുകയാണെങ്കിൽ കദീസാനാടെ പോയാൽ കിട്ടും. അല്ലാപ്പൊ നമ്മക്ക് വരല്ലല്ലോ. കുഴിച്ചിട്ടാവുള്ളൂ. ഉണ്ടാണൂല. ആകെ 2 സെന്റ് സ്ഥലത്തിനൊക്കെ കുടിച്ചിട്ടുണ്ട്. ചക്കക്കുരു എന്നാ ഞാൻ തൊഴിച്ച മുരിങ്ങ അടിച്ചാൻ പോയിക്കോളി. എന്നാ ആയിക്കോട്ടെ. എന്നിട്ട് തൊഴിച്ചോ. നീ തൊഴിച്ചൂടെ വെച്ചോണ്ടിട്ടോ. ഇത് കഴിക്കാണ്ടേ ആ കുഞ്ഞു കുറുക്കി ഞാൻ തീമട്ടാ മതിട്ടോ. അത് തിളക്കണേ. ഇത് വന്നിട്ടുള്ളൂ അത് ഇടാൻ പറ്റിയേ മുരിങ്ങേ. അപ്പോക്ക് ഞാൻ കൊണ്ടുവരാം. എന്നാ ആയിക്കോട്ടെ. മുരിങ്ങ കിട്ടോ? ഇതിപ്പോ പീടിക്ക് മറ്റേ ബേക്കറിക്ക് പോയ ആയിരത്തന്നേക്കാരം അമ്മക്ക് മുരിങ്ങക്ക് പോയ. അത് ഇനിയിപ്പോ എപ്പോഴാ ആയി കിട്ടുക? മരിപ്പ് ഞാൻ കൊടുക്കുമ്പോ അതിന് ബെരിയാവും. എന്താ മുരിങ്ങല്ലേ? വല്ലാത്ത സാധനാണോള്. ഇനിയിപ്പൊ പറഞ്ഞു തന്നിട്ട് എത്ത കാര്യം? ഓല അങ്ങനെ തന്നെ ഒരു ഉപകാരല്ല. പിന്നെ അയൽവാസികളെ അറിഞ്ഞിട്ടെത്ത. അതന്നെ.
നിങ്ങള് നമുക്ക് വക്കക്കൂരി മാത്രം വെക്കാം. ചക്കക്കുരു മാത്രം വെക്കാം. ഇതിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിപ്പോ എല്ലാവർക്കും വേണ്ട ജീവിച്ച ഇല്ലായിരുത്തി കാണ്ടിപ്പോ ചക്ക ചോദിച്ചിരുന്നു നമ്മളോട്. ചക്ക ഒന്നും കൊടുക്കണ്ട, അങ്ങനെ കാട്ടണ്ട, നമുക്ക് അങ്ങനെ ഒന്നും കാട്ടണ്ട അമ്മ. നമ്മളിപ്പോ അങ്ങനെ കൊടുക്കാന്നിട്ട് പത്താ ഇപ്പൊ നമ്മള് പോലും ഒരേ മാതിരി ആയില്ലേ. നമ്മള് ചക്ക ഇഷ്ടം പോലെ നമ്മക്ക് കൊടുക്കല്ലേ, അല്ലെങ്കിൽ ആ കുട്ടിനോട് വന്ന് കൊണ്ടുപോകാൻ പറയാം. നമ്മള് പോലെ മാതിരി കാട്ടിയാ പിന്നെ എല്ലാരും അങ്ങനെ ആയില്ലേ. അയൽവാസികളെ നമ്മളെ നല്ലോണം സ്നേഹിക്കണം. നമ്മക്ക് ഒരു ചക്ക ഇവിടെ ഇട്ടേക്കാം, ഓരോട് പറയാം. അല്ലാതെ നമുക്ക് കൊണ്ടേ കൊടുക്കാനൊന്നും കജൂല. അങ്ങനെ പേറ്റാൻ പറ്റുമോ? വലിയ ചക്കനെ. ഇഞ്ചി അവസ്ഥ അങ്ങനെയല്ലേ. നമ്മക്ക് നമ്മളെ കൊണ്ട് കജിനാരി ഓർക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. ചാക്കാൻ പിന്നാട്ട് ഓട്ടിട്ട് വലിച്ചാലേ ചക്കട് കിട്ടും. ഇഷ്ടം പോലെ ചക്കണ്ട്. എന്നാ ആയിക്കോട്ടെ, നമുക്ക് വിളിച്ചു പറയാം. വിളിച്ചു പറഞ്ഞത്.